അല്ല, നിങ്ങൾ ഈ കാണുന്ന ഈ പെൻസിലുണ്ടല്ലോ, ഈ പെൻസിലും നമ്മളെ ജീവിതവുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഈ പെൻസിലിനെ കൊണ്ട് നമുക്ക് എന്തും എഴുതാം, പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ നമുക്കൊരു കൈവിരൽ വേണം. ശരിയല്ലേ? നമ്മളെ ജീവിതത്തിൽ ഏത് ഉയർച്ചയും കീഴടക്കാനുള്ള ശേഷിയും മനസ്സും സാധ്യതയും നമുക്കുണ്ട്. പക്ഷേ നമ്മളുടെ ശ്വാസത്തെ പോലും നിയന്ത്രിക്കുന്ന ആ മഹാശക്തിയെ നമ്മൾ മറക്കാതിരിക്കണം. നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ നാഥനെ നമ്മൾ മറക്കാതിരിക്കണം. പിന്നെ ഇതിന് തിരുത്താൻ സൗകര്യമുണ്ട്. ഇതിൻ്റെ ഒരറ്റം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് പറ്റിയ മറ്റൊരറ്റം തിരുത്താൻ കൂടെ ഉണ്ട്. ജീവിതം എഴുതുന്ന തിരക്കിലാണ് നമ്മളൊക്കെ. തെറ്റുകൾ നല്ലോണം സംഭവിക്കും. ഒരു മടിയും വേണ്ട. ധൈര്യമായി ധീരമായി തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. പെൻസിൽ എത്ര ഭംഗിയോടെ അണിഞ്ഞൊരുങ്ങിയാലും അകത്ത് ഗ്രാഫൈറ്റ് ഇല്ലെങ്കിൽ അത് വെറും മരക്കഷ്ണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അകമാണ് പ്രധാനം. നമ്മളുടെ അകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മളുടെ അകത്ത് കൂടുതൽ ഭംഗി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലേ അത് ജീവിതമാവും. സുഖമായി എഴുതി പോകുമ്പോൾ ഇടയ്ക്ക് പെൻസിലൊന്ന് കോർമ്മിക്കാറുണ്ട്, ഷാർപ്പ് ചെയ്യാറുണ്ട്. അത് നമ്മളെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും പിന്നീട് കയറി വരുന്ന ആ മൂർച്ചുണ്ടല്ലോ, അതാണ് പ്രധാനം. നമ്മളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ തളരുകയാണെങ്കിൽ ആ തളർച്ചയിലല്ല കാര്യം. ആ തളരുന്നിടത്ത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിലാണ് പ്രധാനം. So make it happen. As I always say, be happy and make others happy.